ഒരു ഡിവൈൻ റിലേഷൻഷിപ്പ് നമുക്ക് പറയാൻ പറ്റും. അതെ. ഇനി ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ ഒരേ മൈൻഡും രണ്ട് ബോഡിയിൽ നിൽക്കുന്ന വ്യക്തികൾ കാണും. അത് വേറൊരു ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പാണ്. അതായത് ഒരേ മൈൻഡ്, ഒരേ ഡിസയർ, സെയിം ഡിസയർ, എന്നാൽ രണ്ട് ബോഡി. അവിടെയും നമ്മൾ കൊടുക്കേണ്ട റെസ്പെക്റ്റ് കൊടുക്കേ വേണം. എന്നാൽ അതുപോലെ നമ്മൾ അപ്പുറത്തെ വശത്തേക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും വേണം. ഏറ്റവും ബ്ലെസ്സിങ് ആണ് അങ്ങനെ ഒരു റിലേഷനിൽ ഒരു ഫ്രണ്ടിനെയോ ഒരു ഹസ്ബൻഡിനെയോ ഒരു വൈഫിനെയോ ഒരു പാരൻസിനെയോ ഒക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ്. സെയിം എൻ്റെ ഡിസയർ തന്നെയാണ് അപ്പുറത്തും. അപ്പം നമുക്ക് തുഴഞ്ഞു പോകാനായിട്ട് ഭയങ്കര ഈസിയാണ്. അല്ല, പാരൻസ് സപ്പോർട്ട് ചെയ്യുന്ന കുട്ടികളുണ്ട് അവരുടെ ഇഷ്ടത്തിന്. അതായത് തോന്നിവാസത്തിന് എന്നല്ല, അതിന്റെ അർത്ഥം തോന്നിവാസിയായിട്ട് വളർത്തണമെന്നല്ല. അവരുടെ ചിലപ്പോൾ അവർക്ക് പാരൻസിനെ പോലെ ഡോക്ടറോ എഞ്ചിനീയറോ ആവാതെ അവർക്ക് ചിലപ്പോൾ വേറെ കഴിവായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലും ആവാനായിരിക്കും ആഗ്രഹം. പാരൻസ് അവരെ സപ്പോർട്ട് ചെയ്യുന്ന പാരൻസ് ഉണ്ട്. എക്സാമ്പിൾ, പാരൻസ് അതിനെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അവിടെ പാരൻറ്റും കുഞ്ഞുങ്ങളും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഗ്രോ ആവുകയാണ് എന്ന് പറയുമ്പോൾ അവിടെ രണ്ടുപേരും ഗ്രോ ആവുകയാണ്. ഇതിന് ഞാൻ ഒരു ഭയങ്കര ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഞാൻ ഈ കുഞ്ഞുങ്ങൾക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ട് കൊടുക്കും. പക്ഷെ ഒരു ദിവസം മൂത്തയാൾ വന്നിട്ട് ആ സപ്പോർട്ടിൻ്റെ അകത്ത് നിന്നിട്ടാണ് മൂത്തയാൾ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചൊരു കാര്യമുണ്ട്, അമ്മ ഓക്കെ ആണോ? അമ്മയ്ക്ക് ഇത്ര വയസ്സിലേ ആയിട്ടുള്ളൂ. ആ സമയത്ത് എനിക്ക് തോന്നുന്നു എനിക്കൊരു 31, 32 ആ ഏജേ ആയിട്ടുള്ളൂ. ഇപ്പോൾ 39 ജനുവരിയിൽ 39 കഴിഞ്ഞ് 40 കയറും. എല്ലാവരും പറയും 40 വയസ്സെന്ന് പറയുന്നത് ശരിക്കും സെക്കൻഡ് എന്താ പറയണേ, മറ്റേ യൗവനോ, രണ്ടാമത്തെ യൗവനം അല്ലല്ലോ, സെക്കൻഡ് വാർദ്ധക്യം. എടാ അതെന്തുവാടാ പറയണ, കൗമാരോ? സെക്കൻഡ് മാരേജാ? ഒന്ന് പോടാ ചോദിച്ചേട്ടാ. എന്തോ ഒരു സെക്കൻഡ് അഡൾട്ട്ഹുഡ്, രണ്ടാമത്തെ കൗമാരം. അങ്ങനെയാണ് ഈ ലൈനൊക്കെ ഇടാൻ നമ്മൾ തുടങ്ങണ എപ്പോഴാ? ഇവിടെ പറയും 1ാം ക്ലാസ് കൗമാരം, ടീനേജ്. അയ്യോ, അത് ടീനേജ്. അപ്പോൾ യൗവനം, രണ്ടാമത്തെ യൗവന കാലഘട്ടമാണ് ശരിക്ക് 40 വയസ്സെന്ന് പറയും. അതുകൊണ്ട് ഇനിയാണ് എൻ്റെ ശരിക്കുള്ള യൗവനം ഞാൻ അങ്ങോട്ട് സൂക്ഷിക്കാൻ പോകുന്നത്. അല്ല, ഞാൻ പറഞ്ഞു തന്നത് മുട്ടുവേദന, നടുവേദന, തലവേദന. ഞാൻ പോട്ട. രണ്ടാമത്തെ യൗവനത്തിലേക്ക് കടക്കുമ്പോൾ തരുന്ന ഇൻഡിക്കേഷൻ കൊള്ളാം. ഓക്കെ. അപ്പം അവൾ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യമുണ്ട്, അമ്മ ഓക്കെ ആണോ? കാര്യം അമ്മയ്ക്ക് ഇത്ര ഏജായി, അമ്മയ്ക്ക് ഇനി ഒരു കൂട്ട് വേണമെന്ന് തോന്നുന്നുണ്ടോ? അമ്മ ഫിസിക്കലി കംഫർട്ടാണോ? അമ്മയ്ക്ക് ഫിസിക്കലി എന്തെങ്കിലും ഇമോഷൻ, ഫിസിക്കൽ നീഡ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒരു കുഞ്ഞ് ഒരു പാരൻറ്റിൻ്റെ അടുത്ത് വന്നിട്ട് അങ്ങനെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഫ്രീഡമാണ്. ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ കൊച്ചു വഴുതെറ്റി അങ്ങനെ പറയുന്നവരോട് സന്തോഷം, ശരിയല്ല. ഈ പാരിസരത്ത് കണ്ടുപോരുന്നു, പറഞ്ഞില്ലെന്ന് വേണ്ട. അപ്പം നമ്മൾ കൊടുക്കുന്നൊരു ഫ്രീഡം എന്ന് പറയുന്നത് ശരിക്ക് അങ്ങോട്ട് ആ ഒരു ഫ്രീഡം, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിനകത്ത് നമ്മൾ ആ ഒരു ഫ്രീഡം കൊടുക്കുമ്പോൾ മാത്രമേ അവരിങ്ങോട്ട് നമ്മളെ മനസ്സിലാക്കത്തുള്ളൂ. അങ്ങോട്ട് നമ്മൾ നമ്മുടെ മക്കളെ മനസ്സിലാക്കാതെ ഒരു കാലത്തും അവർക്ക് നമ്മളെ മനസ്സിലാകത്തില്ല. ഇപ്പം കുറേ ആൾക്കാർ പറയുന്നില്ല, എൻ്റെ മക്കൾ അവിടെ പോയി ചെന്ന് നടക്കുന്നു, എൻ്റെ മക്കൾ ഇവിടെ പോയി ചെന്ന് നടക്കുന്നു, ഞാനിങ്ങനെ ഒരാൾ വീട്ടിലുണ്ടോ എന്നുള്ള പറയുന്ന ഒരു ഓർമ്മയില്ല. ഒരു സമയത്ത് നിങ്ങൾ എങ്ങനെ ആയിരുന്നു അവരുടെ കാര്യത്തിൽ, അതെ, നമ്മളത് ചിന്തിക്കണം. അങ്ങോട്ട് കൊടുക്കാണ്ട് ഇങ്ങോട്ട്. അപ്പം ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിയും കൂടെ റിലേഷൻഷിപ്പിനകത്തുണ്ട്. പക്ഷെ അത് എങ്ങനത്തെ ഗിവ് ആൻഡ് ടേക്ക്? ഡിവൈനായിട്ടുള്ള ഗിവ് ആൻഡ് ടേക്ക്, ഡിവൈനായിട്ടുള്ള ലവ്, ഡിവൈനായിട്ടുള്ള കൺസിഡറേഷൻ, ഡിവൈനായിട്ടുള്ള എന്താ പറയുന്ന കരുതൽ, ആ റെസ്പെക്ട്, ഡിവൈൻ റെസ്പെക്ട്, ഡിവൈൻ കെയർ. ഇതെല്ലാം ഡിവൈനിറ്റി കൂടെ ആഡ് ചെയ്ത് കുഴച്ച് കൊടുക്കണം. അല്ലാണ്ട് വെറുതെ കുറേ എടുത്ത് കുഴച്ച് കുഞ്ഞ് നാൾ തൊട്ടേ ഫീഡ് ചെയ്യുന്ന പോലെ ഫീഡ് ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഭാര്യ ഭർത്താവ് തമ്മിൽ എന്തെങ്കിലും, അല്ലെങ്കിൽ ഫാമിലി തമ്മിൽ എന്തെങ്കിലും ഒരു വഴക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ കുഞ്ഞു മക്കളെ മുന്നേ വെച്ച് കാണിക്കാം. അത് നിങ്ങൾക്കുള്ള ഒരു റിലേഷൻഷിപ്പിൽ വരേണ്ട ഒരു ക്വാളിറ്റിയാണ്. കാരണം നിങ്ങൾ പരസ്പരം
ആ ഒരു കാര്യം നിങ്ങൾ തീരുമാനിക്കുക. കാരണം ആ കുഞ്ഞു മക്കളുടെ മനസ്സിൽ ഈ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതായിരിക്കും. അത് നിങ്ങൾക്ക് അപ്പം മനസ്സിലാവത്തില്ല. അത് ആ കുഞ്ഞുങ്ങൾ വളർന്ന് വരുമ്പോഴേ അവരുടെ മൈൻഡിൽ ആ ഒരു പെയിൻ ഉണ്ടെന്ന് അവർക്കത് അറിയാൻ പറ്റുള്ളൂ. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അത് റിലേഷൻഷിപ്പിൽ വേണ്ട ഒരു ക്വാളിറ്റിയാണ്. പിന്നെ ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഡിവോഴ്സ്ഡ് ആയി കഴിയുമ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ ആരും തമ്മിൽ പ്രശ്നം ഉണ്ടാവും. മക്കളെ പരസ്പരം അകറ്റാതിരിക്കുക. അവർക്ക് അവരുടെ ബോധമാവുന്ന പ്രായത്തിൽ അവർ തീരുമാനിക്കുക അവർക്ക് ഇങ്ങോട്ട് പോകണം, അവർക്ക് ഇങ്ങോട്ട് പോകണ്ട. ആ ഒരു കാര്യം അവരെ ഡിസൈഡ് ചെയ്യുക. കറക്റ്റ്. അവരെ ഡിസൈഡ് വെറുതെ അവരെ മനസ്സിൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ ഇപ്പോഴേ ഇൻജെക്ട് ചെയ്ത് നിങ്ങൾ കൊടുക്കുന്നത് ഇപ്പോഴവർ നിങ്ങളെ വഴിക്കൊത്ത് നിൽക്കും. കാരണം എന്തെന്ന് പറഞ്ഞാൽ അവർ പാമ്പർ ചെയ്ത് വളരേണ്ട കാലമാണ്. അപ്പോൾ അവർ കുഞ്ഞുങ്ങളാണ്, ഗാർഡിയൻസ്. പക്ഷെ അവരുടെ മനസ്സിൽ അവർ വലുതാകുമ്പോൾ ഇത് അവർക്ക് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് വരും. അതായത് ഒരു റിലേഷൻഷിപ്പ്, ഒരു അച്ഛൻ അമ്മ മക്കൾ, ഇതൊരു റിലേഷൻഷിപ്പ് വേൾഡാണ്. ഈ വേൾഡിനകത്ത് അച്ഛനും അമ്മയ്ക്കും പരസ്പരം പല കുറ്റങ്ങളും പറയാനായിട്ടുണ്ടായിരിക്കും. പക്ഷെ ഒരിക്കലും ഇത് മക്കളോട് നിൻ്റെ അമ്മ ഇങ്ങനെയാണെന്നോ അല്ലെങ്കിൽ നിൻ്റെ അച്ഛൻ ഇങ്ങനെയാണെന്നോ മക്കൾക്ക് ഫീഡ് ചെയ്ത് കൊടുക്കരുത്. ആ ഫീഡ് ചെയ്ത് കൊടുക്കുന്നത് നേരെ നാളെ ഒരു സമയത്ത് നമ്മളുടെ അടുക്കലേക്ക് തന്നെ ഇത് വന്ന് തിരിഞ്ഞു കൊടുത്തു ഹിറ്റ് ചെയ്യും. തീർച്ചയായിട്ടും ഹിറ്റ് ചെയ്യും. ഇന്ന് ഞാൻ എൻ്റെ ഭാഗം പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ മക്കളോട് ഞാൻ എൻ്റെ പാർട്ട്ണറിനെ കുറിച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്നു എന്നുണ്ടെങ്കിൽ നാളെ ഒരു സമയത്ത് അത് തിരിഞ്ഞ് എന്നെ വന്ന് ഹിറ്റ് ചെയ്യും. ഇതേ കാര്യം മക്കൾ നോക്കുമ്പോൾ ഒരാളുടെ കുറ്റം ഹൈലൈറ്റ് ചെയ്തിരുന്ന ഒരു മദറാണിത്, അല്ലെങ്കിൽ ഒരാളുടെ കുറ്റം, എൻ്റെ അമ്മയുടെ കുറ്റം ഹൈലൈറ്റ് ചെയ്ത് തരുന്ന ഫാദറാണിത്. പിന്നെ എന്തുകൊണ്ട് എനിക്കിങ്ങനെ ആയിക്കൂടാ? ലാസ്റ്റ് മക്കൾ നിന്ന് അച്ഛൻ്റെ അമ്മയുടെയും മുഖത്ത് നോക്കിയിട്ട് ചോദിക്കുമ്പോൾ അന്ന് നമ്മൾ പറയും, നിനക്ക് വേണ്ടിയിട്ടാണ് ഞാനെല്ലാം സഹിച്ചത്, ഞാൻ ജീവിക്കാം. അതുപോലെ തന്നെ റിലേഷൻഷിപ്പിൽ വേണ്ടത് റെസ്പെക്റ്റ് എന്ന് പറയുന്ന ഒരു മെയിൻ ഫാക്ടറാണ്. ഓക്കെ, നമ്മളൊരു റിലേഷൻഷിപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ചെയ്യണം. അതിപ്പോൾ വേർഡ്സ് ആയിട്ടായിക്കോട്ടെ, ആക്ഷൻസ് ആയിട്ടായിക്കോട്ടെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. തീർച്ചയായിട്ടും. അതിപ്പോൾ പാരൻസും കുഞ്ഞുങ്ങളും തമ്മിലെടുക്കാം, നമ്മൾ ഞാനും പ്രകൃതിയും തമ്മിലെടുക്കാം, അങ്ങനെ എടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു രണ്ട് വ്യക്തികൾ മാത്രമല്ല ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ. അതിൽ ഫാമിലി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവും, കൊളീഗ്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്സ് ഉണ്ടാവും, ഫ്രണ്ട്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവും, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അങ്ങനെ പ്രകൃതി ആയിട്ടുള്ളതുണ്ടാവും. അപ്പോൾ നമ്മൾ ഏത് റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും അതിലൊരു മ്യൂച്വൽ റെസ്പെക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. അതായത് ഞാൻ പ്രകൃതിയായിട്ട് എടുക്കട്ടെ, ഞാൻ പ്രകൃതിയെ റെസ്പെക്റ്റ് ചെയ്യണം അല്ലേ, ഞാനും പ്രകൃതിയുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ എനിക്ക് ഓർത്തൊരു ചിരി വരുന്നത് എന്തെന്നറിയോ, ചില വ്യക്തികൾ തമ്മിൽ പിണങ്ങിയിട്ടേ കൊമ്പ് കോർക്കുന്ന യുദ്ധമായിരിക്കും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് സ്വസ്ഥത കിട്ടാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഗാർഡൻ്റെയോ ഏതെങ്കിലുമൊക്കെ ഒരു ചെടിയുടെയോ മരത്തിൻ്റെയോ മൂട്ടിൽ പോയി ചെന്നിരുന്നിട്ട് തറയിൽ വീണ് കിടക്കുന്ന ഇലയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ തടകും. എടാ, ഈ തടകം നീ അപ്പുറത്തിരുന്ന് ചെയ്ത അത്രേ പെട്ടെന്ന് പ്രശ്നങ്ങൾ മാറാം. ഞാൻ പോയാ അവള് പറയട്ടെ, ഈഗോ അവിടെയാണ് ഈഗോ വരുന്നത്. ഓക്കെ, അപ്പോൾ റെസ്പെക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ശരിക്കും അതൊരു ക്വാളിറ്റിയാണ്. നമുക്ക് റിലേഷൻഷിപ്സിൽ വരുമ്പോൾ ഉണ്ടായാൽ മാത്രമേ നമ്മൾ ഹ്യൂമൻസ് ആവത്തുള്ളൂ. റിലേഷൻഷിപ്പാണ് ശരിക്കും ഹ്യൂമൻ ബീയിങ്ങിനെ എന്ത് ചെയ്ത് നിൽക്കുന്നത്, അവരുടെ ബേസ് എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പ് ആണ് അല്ലേ. അപ്പോൾ അതിനെ റെസ്പെക്റ്റ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി നമുക്കാണുള്ളത്. അപ്പോൾ ഒരാള് നമ്മളെ റെസ്പെക്റ്റ് ചെയ്തില്ല എന്ന് കരുതി അതുപോലെ നമ്മൾ തിരിച്ചെന്ത് ചെയ്യാൻ പാടില്ല, ബിഹേവ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ക്വാളിറ്റി അവിടെ എന്ത് ചെയ്യും? ഇനി ഈ റെസ്പെക്ട് എന്ന് പറയുമ്പോൾ അയാളുടെ ബോഡീനെ റെസ്പെക്ട് ചെയ്യണം. അതെ, ബോഡി റെസ്പെക്ട് ചെയ്യണം. നമ്മൾ ഒരാളെ റെസ്പെക്ട് ചെയ്യുമ്പോൾ അയാളുടെ ബോഡി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതെങ്ങനെയാന്ന് കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കണേ. നമ്മൾ അയാളുടെ ബോഡിയിൽ പലതരത്തിൽ നമുക്ക് സെക്സ് ചെയ്യുന്ന ടൈം, അതും സെക്ഷലി ഉള്ള കേസിലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പബ്ലിക്കിൽ ഇറങ്ങി നിൽക്കുമ്പോൾ ആൾക്കാർ പബ്ലിക്കിൽ ഇറങ്ങി, എന്താ നീ ഇങ്ങനെ, ഇതെന്ത് ഡ്രസ്സാണ് നിൻ്റെത്, നീ എന്ത് ഇങ്ങനെയൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇന്നലെ ഫിലിമിന് പോയപ്പോൾ ഞാൻ ഒരാളെ കണ്ടതാണ്. അത് ആ പുള്ളിക്കാരി ഇത് അത്യാവശ്യം ഒരു ഇച്ചിരി വെയിറ്റ് കൂടിയ ഒരു വ്യക്തിയാണ്, ചബി.
അപ്പോൾ അവിടുത്തെ ഒരു അങ്കിൾ ഇരിപ്പുണ്ട്. അപ്പം ഹസ്ബൻഡ് അവിടെ ഇരുന്ന് പറയുക, അത് മാറിയിരിക്കുക, അങ്ങേരെ കൂടെ തള്ളിയിടല്ലേ നീ എന്നൊരു ഡയലോഗ്. മാറിയിരിക്കും നീ, അങ്ങേരെ കൂടെ തള്ളിയിടല്ലേ എന്ന് പറഞ്ഞു. അത് ആ വ്യക്തിയുടെ മനസ്സിൽ പെട്ടെന്ന് ആ വ്യക്തി ഇങ്ങനെ അങ്ങ് ഇരുന്ന് പോയി. എന്നിട്ട് പിന്നീട് ആ പുള്ളി പയ്യ ചേർന്ന് നീക്കിയോട്. പക്ഷെ അവരുടെ മൈൻഡിൽ അത് ഉണ്ടാക്കിയ നിങ്ങൾ ചിന്തിക്കുന്നത് ഭക്ഷണം കഴിച്ചിട്ടോ അങ്ങനെയാണ് അവർ ഈ വണ്ണം വെച്ച് അങ്ങനെ ഇരിക്കുന്നത്. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് കാണും. ഇത് മനസ്സിലാക്കേണ്ടത് ഒരു പാർട്ട്ണറാണ്. വണ്ണം വെച്ചാൽ മാത്രം, അതായത് ഭക്ഷണം കഴിച്ചാൽ മാത്രമല്ല വണ്ണം. ചിലപ്പോൾ അവർക്ക് ഒരുപാട് ഹോർമോൺ ഇഷ്യൂസ് കാണും, PCOD ഉണ്ടായിരിക്കും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും. നിങ്ങളെ പാർട്ട്ണറിനെ അംഗീകരിക്കുമ്പോഴാണ് അവിടെ ഒരു റിലേഷനിൽ ഫസ്റ്റ് ബ്യൂട്ടി ഡെവലപ്പ് ആവുന്നത്. റെസ്പെക്റ്റും എല്ലാ കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ ഒരു റിലേഷൻഷിപ്പിൽ പാർട്ട്ണറിൻ്റെ ക്യാരക്ടർ അല്ലെങ്കിൽ പാർട്ട്ണറിൻ്റെ ബോഡി, ക്യാരക്ടർ, മൈൻഡ് അവരെങ്ങനെയാണെന്ന് നിങ്ങൾ ഫുള്ളി അക്സെപ്റ്റ് ചെയ്ത് കഴിയുന്നതാണ് നിങ്ങൾ ആ റിലേഷൻഷിപ്പിൽ ആദ്യം കൊടുക്കുന്ന ബ്യൂട്ടി. ചില സമയത്ത് ഈ ഓവർ വെയിറ്റ് ഒക്കെ വരുന്ന ആൾക്കാർക്ക് എപ്പോഴും ഇങ്ങനെ മൂഡ് സ്വിങ്സ് വരും. അതായത് കോൺഫിഡൻസ് ലെവൽ ഭയങ്കരമായിട്ട് കുറയുമ്പോൾ നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്കത് കിട്ടും. അങ്ങനെ കിട്ടുന്ന സമയത്ത്, കാരണം മനസ്സിലാകുന്ന സമയത്ത് നമ്മൾ വാ തുറന്ന് 2 വാക്ക് പറയാൻ ശ്രമിക്കണം. ഓക്കെ, വേറൊന്നും വേണ്ട. ആ സമയത്ത് ആൾക്കാരെ കുറ്റപ്പെടുത്തുന്ന സമയത്ത് ഞാനില്ലേ നിനക്ക്, ഒരൊറ്റ വേർഡ് മതി. ആ ഒരൊറ്റ വേർഡ് മതി. അതിപ്പോ എല്ലാവരും ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് മാത്രമല്ല. ഇപ്പൊ നമ്മളുടെ അച്ഛനും അമ്മയും വിഷമിച്ചിരിക്കുന്ന, അല്ലെ അമ്മ വിഷമിച്ചിരിക്കുമ്പോ അവിടെ നമ്മളുടെ അച്ഛൻ തന്നെ പോണോന്നില്ല. ഒരു മകളായപ്പോ അമ്മ എന്തമ്മാ നിങ്ങൾ ഓക്കെ അല്ലേ, നമ്മളില്ലേ, അത് മതി. അതിൽ ഇന്ന വ്യക്തി തന്നെ വരുമ്പോ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു അച്ഛൻ്റെ അമ്മയുടെ ഒരുപാട് കടമകളുണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ അവരെ കേൾക്കാം. പക്ഷെ അവർക്ക് നിങ്ങളായിട്ട് കൊടുക്കേണ്ട കുറച്ച് എഡ്യൂക്കേഷൻസ്, അത് നിങ്ങളൊരു ബെസ്റ്റ് പാരൻ്റ് ആവുന്ന ഒരു അമ്മ മകൾ അല്ലെങ്കിൽ അച്ഛൻ അമ്മ മക്കൾ എന്ന് പറയുന്ന ഒരു ബന്ധത്തിന് ഏറ്റവും കൂടുതൽ ഒരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ബെസ്റ്റ് കൊടുക്കാം. ക്വാളിറ്റി ബെസ്റ്റ്, അതായത് നല്ല രീതിയിൽ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ലേ. ഒത്തിരി കാര്യങ്ങളുണ്ട്. സെക്സ് എഡ്യൂക്കേഷൻ ഉണ്ട്. നിങ്ങൾ ആദ്യം കൊടുക്കുക. ഇപ്പം ഇത്രയും ഓക്കെ, അപ്പൊ ഇപ്പൊ രേവതി ഇത്രയും നേരം പറഞ്ഞത് മുഴുവനും റിലേഷൻഷിപ്പിനകത്തുള്ള ഒരു ബ്യൂട്ടി പാരന്റിങ്. ഓക്കെ, അതൊരു റിലേഷൻഷിപ്പാണ്. ഓക്കെ, അതിനകത്ത് വരുന്ന ബ്യൂട്ടി പോയിന്റ്സ് ആണ് ഇത്രയും നേരം പറഞ്ഞത്. അതുപോലെ ഞാൻ രേവതി വിട്ടുപോയ ഒരു കാര്യം പറയാം. ദയവേത് അപ്പുറം ഇപ്പുറം ഉള്ള ഒരു വ്യക്തികളുടെ കുറ്റങ്ങൾ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാതിരിക്കുക. എന്താണോ നമ്മുടെ മക്കൾ, എന്താണോ നമ്മുടെ എന്താണോ ഒരു മിനിറ്റ് എന്താണോ നമ്മുടെ മക്കൾ, എന്താണോ നമ്മുടെ പാർട്ട്ണർ, എന്താണോ നമ്മുടെ ഫ്രണ്ട്, അവരെ അതുപോലെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. അവരില് നമ്മള് ഇത് പെർഫെക്റ്റ് അല്ല, അത് പെർഫെക്റ്റ് അല്ല, നമ്മളെപ്പോലെ ആകണം അങ്ങനെ പറയേണ്ട ആവശ്യം ഇല്ല. ആൻഡ് ഒരു മെയിൻ തിങ് കൂടെ, റിലേഷൻഷിപ്പ് പോകുന്ന വ്യക്തികൾ ബ്രേക്കായി കഴിഞ്ഞാൽ അപ്പുറത്ത് നിന്ന വ്യക്തിനെ കുറിച്ചിട്ട് അടുത്ത ആളുടെ അടുത്ത് കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കരുത്. അതെ, ദാറ്റ്സ് നോട്ട് ഫെയർ. അല്ല, അവിടെ അങ്ങനെ കുറ്റം പറയേണ്ട ആവശ്യകത ഇല്ല. ഒരാളുടെ ഡിസിഷൻ ആണെന്നുണ്ടെങ്കിൽ പോലും അതിൽ അത് അക്സെപ്റ്റ് ചെയ്ത് മൂവ് ഓൺ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല. കാരണം അവർക്ക് അപ്പോൾ നമുക്ക് തിരിച്ചറിയേണ്ട ഒരു കാര്യം, അവർക്ക് നമ്മളെ വേണ്ടാഞ്ഞിട്ടാണ് അവർ പോയത്. അതെ, അപ്പോൾ ആ തീരുമാനത്തെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. അതെ, ജസ്റ്റ് മൂവ് ഓൺ ചെയ്യുക. അത്രയാണ് എനിക്ക് പറയാനുള്ളത്. എടാ, പക്ഷേ ഇത് അക്സെപ്റ്റ് ചെയ്യുമ്പോഴേ മറു സൈഡിൽ നിൽക്കുന്ന വ്യക്തി ഉണ്ടല്ലോ, ഒരാൾക്ക് വേണ്ട പക്ഷെ മറു സൈഡിൽ നിൽക്കുന്ന വ്യക്തിക്ക് വേണമെന്നുള്ള ഒരു മെന്റാലിറ്റി ഉണ്ടാവും. ആ മെന്റാലിറ്റി അവിടെ കൊണ്ട് നിർത്തുമെന്ന് പറയാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? ഒരാൾക്ക് ഓക്കെ അയ്യ മടുത്തു വേണ്ട, പക്ഷെ അപ്പുറത്തെ സൈഡിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ഒരാളുടെ നമുക്ക് ഒരിക്കലും രണ്ടുപേരും കൂടെ ചേർന്ന് എടുക്കുന്ന ഡിസിഷൻ മാത്രമേ ഒരു ഹാപ്പി എൻഡിങ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഒരാള് മാത്രം എൻഡിങ് അല്ലടാ, ഹാപ്പി റീസ്റ്റാർട്ട്. ഒരാള് മാത്രം എടുക്കുന്ന ഡിസിഷൻ ഒരിക്കലും ആ ഒരാൾക്ക് മാത്രമേ അത് മേ ബി ഹാപ്പിനെസ് പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ. മറ്റൊരാൾക്ക് അതിലൊരു വലിയ ഇമ്പാക്റ്റ് കൊടുക്കും. അവര് അതിൽ നിന്ന് ഹീലാവാൻ കുറച്ച് പാടാവും. പക്ഷെ ഹീലാവും. എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ അത്രയും
എന്താണ് അത്രയും ഉള്ള ഒരു ഒരു ഫ്രണ്ട് ആണെങ്കിൽ പോലും, ഒരു ബ്രദർ ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു ഫാമിലി ആണെന്നുണ്ടെങ്കിൽ പോലും, അതുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും അത് ഹീലാവും. അങ്ങനെ ഹീലിംഗ് വേണമെന്നുള്ളവർക്ക് ഇവിടേക്ക് വരാം. ഇടയ്ക്ക് അമ്മ പ്രൊമോഷൻ ചെയ്തതെല്ലാം നിങ്ങളത് ഓർക്കുക. അത് പറയണ. അങ്ങനെ നിങ്ങൾക്ക് ഹീലിംഗ് ആവശ്യമുണ്ടോ, നിങ്ങൾക്ക് ആരും ഇല്ലാന്ന് തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടോ, നിങ്ങൾക്ക് കേൾക്കാനൊരു ലിസണർ ഇല്ലേ, നിങ്ങൾ വിഷമിക്കുന്നുണ്ടോ, ഞങ്ങളുണ്ട്. പറയോ, നമ്മളുണ്ട്. നിങ്ങൾക്ക് കറക്റ്റ് ഫാമിലി ഉണ്ട്. ചെയ്യാത്തൊരു ഫാമിലി നിങ്ങൾക്ക് കിട്ടും. ഇവൻ രേവതിയും ഞാനും പോലും അങ്ങനെ വന്ന് കണക്ട് ആയിട്ടുള്ള ആൾക്കാരാണ്. ഒരിക്കലും ഞങ്ങള് ഇവിടെ ജനിച്ച് വളർന്ന ആൾക്കാരല്ല, ഞങ്ങൾ ഇവിടുന്ന് റീബർത്ത് ചെയ്ത ആൾക്കാരാണ് അല്ലേ. ഈ ഇവിടുന്ന് അല്ലെങ്കിൽ ഇവിടുന്ന് റീബർത്ത് ചെയ്ത് വന്ന ആൾക്കാരാണ്. ഇവിടുന്ന് റീബർത്ത് ചെയ്ത ആൾക്കാരാണ് ഞങ്ങൾക്കും. അപ്പൊ നിങ്ങൾ ഈ പറയുമ്പോൾ നിങ്ങൾക്ക് ഫാമിലി, അപ്പൊ നിങ്ങളുടെ ഫാമിലി ഇല്ലേ നിങ്ങൾക്ക് ചോദിക്കും. നമുക്കൊരു ഏറ്റവും കൂടുതൽ ഒരാളെ ഞാൻ കണ്ടിട്ടുള്ളതാണ് ലിസ്ണർ ആവാൻ തക്കമുള്ള, നമ്മളെ ജഡ്ജ് ചെയ്യാത്ത ഒരു ഇത് കിട്ടുക എന്നുള്ള ഒരു കൂട്ടത്തെ. അത് നമുക്ക് ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പകുതി പ്ലീസ്, അത് നമുക്ക് ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മളെ ജഡ്ജ് ചെയ്യാത്തൊരു കൂട്ടം നമുക്ക് കിട്ടുക എന്ന് പറയുന്നത്, അത് ചിലപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടുകാരുടെ നിന്ന് അങ്ങനെ നമ്മളെ ശീലിച്ചു വന്നവരാണ്. അതാണ് ഞാൻ ആദ്യമേ ഈ ക്വാളിറ്റീസ് ഒക്കെ നിങ്ങളെ കുഞ്ഞുമക്കൾക്ക് നിങ്ങൾ കൊടുക്കണം എന്ന് പറയാനുള്ള കാരണം അതാണ്. അപ്പോൾ ആ ഒരു ജഡ്ജ് ചെയ്യാത്തൊരു കൂട്ടം ഞങ്ങൾക്ക് സമ്മാനിച്ചത് ഇവിടെ നിന്നാണ്. ഓക്കെ, അതിന് നമുക്ക് നമ്മുടെ ഫാമിലി അങ്ങനെ അല്ല എന്ന് നമുക്ക് പറയാം. കാരണം അവരെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ബിക്കോസ് അവര് വളർന്നു വന്ന സാഹചര്യം അതാണ്. അപ്പോൾ ഒരിക്കലും നമുക്ക് അവരിൽ നമുക്ക് ഇങ്ങനെ ആകണം അങ്ങനെ ആവണം എന്ന് പറയാൻ പറ്റത്തില്ല. അതിനുപരി നമുക്ക് നമ്മളിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റണം. അതെ, ഓക്കെ, നമ്മൾക്ക് നമ്മളിൽ ചേഞ്ചസ്. അവരെ നമ്മൾ ഒരിക്കലും ദ്രോഹിച്ചുകൊണ്ടല്ല, അല്ലല്ല, ഒരിക്കലും അല്ല. അവരെ വേദനിപ്പിച്ചുകൊണ്ടോ അവരെ ദ്രോഹിച്ചുകൊണ്ടോ അവരിൽ നിന്ന് മാറി നിന്നോ അങ്ങനെയല്ല. അതില് വേറൊരു കാര്യമുണ്ട്. നമുക്ക് ഒരാളിൽ ഈ മാറ്റം കൊണ്ടുവരണം എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ മാറ്റം ആദ്യം കൊണ്ടുവരേണ്ട നമ്മളിലാണ് അല്ലേ. നമ്മൾ ആ മാറ്റം കൊണ്ടുവരണം, നമ്മളാണ് ചേഞ്ച് ആവേണ്ടത്. തീർച്ചയായും. അത് നിങ്ങൾക്ക് അത്രയും പെയിനായിട്ട് കിടക്കുന്ന ഒരു ആ വ്യക്തിയാണ് ഇപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ നമുക്ക് അത് നിങ്ങൾക്ക് നിസ്സാരമല്ല. നമുക്ക് ഒരിക്കലും ആ ഒരു കാര്യം നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് നിങ്ങൾക്കൊരു ഗൈഡൻസ് വേണോ, നിങ്ങൾക്കൊരു ഗൈഡൻസ് അല്ല, നമുക്കൊരു ഫാമിലി വേണോ, നിങ്ങൾ വായോ നമ്മുടെ അടുത്ത്. നമ്മൾ മനസ്സറിഞ്ഞ് നിങ്ങളെ വിളിക്കുന്നത് അതുകൊണ്ടാണ്. കാരണം ഒറ്റയ്ക്ക് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അത് ഭയങ്കര പെയിൻഫുള്ളാണ്. നിങ്ങളിത് കാണുമ്പോൾ നിങ്ങൾ തന്നെ ചിലപ്പോൾ തോന്നും നിങ്ങൾക്ക് എന്താ, ഇവർ പറയുന്നത് നമ്മൾ എത്ര പെയിൻ അനുഭവിക്കുന്നു, നമുക്കിതൊക്കെ നിസ്സാരമായിട്ട് മാറാൻ ഒരിക്കലുമില്ല. പെയിൻ എന്ന് പറയുന്ന സാധനം അത് ഉണ്ടാവും. അതാണ് നിങ്ങളെ വിളിക്കുന്ന വായോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വായോ. ഇപ്പോൾ എല്ലാ ആൾക്കാർക്കും ഒരു ഫ്രീഡം സ്പേസ് ഉണ്ടാകും. അതുപോലെ ഓരോ ആൾക്കാർക്കും ഓരോ സ്പെഷ്യൽ സ്പേസ് ഉണ്ടാകും. എനിക്ക് എൻ്റെ ഫ്രീഡം സ്പേസ് എൻ്റെ ഫാമിലിയാണ്. പക്ഷെ എൻ്റെ സ്പെഷ്യൽ സ്പേസ് എൻ്റെ ഫാമിലി അല്ല, അതെനിക്ക് വേറൊരു സ്പേസാണ്. ചില ആൾക്കാർക്ക് അത് ഓപ്പണായിട്ട് അറിയിക്കാൻ തോന്നും. എനിക്കത് വേണമെങ്കിൽ പറയാം. എനിക്ക് എൻ്റെ സ്പെഷ്യൽ സ്പേസ് എന്ന് പറയുന്നത് സ്പിരിച്വൽ സ്പേസാണ്. അതെ, ഓക്കെ. എന്നാൽ ചില വ്യക്തികളായിരിക്കും സ്പെഷ്യൽ സ്പേസ് എന്ന് പറയുന്നത്. ഇപ്പം ഇവർ പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അത് കണക്ട് ചെയ്യും. കാര്യം ഒരു റീബർത്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ ജഡ്ജ് ചെയ്യാത്ത ഒരു വ്യക്തി, എൻ്റെ പാസ്റ്റിനെ ജഡ്ജ് ചെയ്യാത്ത ഒരു വ്യക്തി ഉണ്ട് എന്നുണ്ടെങ്കിൽ ശരിക്കും റീബർത്ത് കിട്ടുകയാണ്. അതെൻ്റെ സ്പേസാണ്, അതെൻ്റെ കംഫർട്ടബിൾ ഏരിയ ആണ്, ഞാൻ ഏറ്റവും അധികം കടപ്പാടുള്ള ഏരിയ ആണ്. അവിടെ നിന്നിട്ട് കിട്ടുന്നതായിരിക്കും എനിക്ക് ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ളത്. സോ ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് എനിക്കറിയാൻ പറ്റും. സോ ഓരോ ആൾക്കാർക്കും ഫ്രീഡം സ്പേസ് ഉള്ളതുപോലെ അവിടെ സ്പെഷ്യൽ സ്പേസ് ഉണ്ടാകും. അതുപോലെ തന്നെ ഒരു റിലേഷൻഷിപ്പിൻ്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ടാകത്തില്ല, അവിടെ ഒരു ഈഗോ ഹേർട്ടിങ് ഉണ്ടാകത്തില്ല. ഓൺലി ലവ്, കമ്പാഷൻ, കമ്മ്യൂണിക്കേഷൻ, റെസ്പെക്റ്റ്. അവിടെ എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും അധികം എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വാല്യൂ ഓഫ് ടൈം. അത് മാത്രമല്ല എന്നെക്കാളും നീ ഉയർന്നിരിക്കണം എന്നുള്ളൊരു വെറും ചിന്തയല്ല, അതിന് വേണ്ടിയിട്ട് അപ്പുറത്തെ സൈഡിൽ നിന്നിട്ട് വരുന്ന ഒരു ഇമ്പാക്റ്റ്, ഒരു പുഷ് അല്ലെങ്കിൽ ഒരു ബൂസ്റ്റിംഗ് ഉണ്ട്. അത് രണ്ടു പേർക്കിടയിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ഏറ്റവും ബ്യൂട്ടി ആയിട്ടുള്ളൊരു വേർഷനാണ്.
ഇപ്പം ഞാനും രേവതിയും ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് എപ്പോഴും നല്ല രീതിയിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത് എന്നെക്കാളും ബെറ്റർ വെർഷനിലായിരിക്കണം രേവതി പെർഫോം ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഇപ്പോൾ രേവതിയുടെ ഒരു ഗുരുസ്ഥാനത്താണ് ഞാൻ നിൽക്കുന്നതെന്നുണ്ടെങ്കിലും ഞാനെന്ന് പറയുന്ന വ്യക്തിക്ക് 10 പേരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ രേവതി 100 പേരെ ഇൻഫ്ലുവൻസ് ആണ്. ഞാൻ എപ്പോഴും ഇവരോട് പറയും, ഈ ക്വാളിറ്റി എന്നിൽ ഞാനായിട്ട് ഉണ്ടാക്കിയെടുത്താൽ എൻ്റെ ഗുരുനാഥൻ വഴിയിട്ട് എനിക്ക് കിട്ടിയ സാധനമാണ്. ഓക്കെ, അദ്ദേഹം എപ്പോഴും പറയും എനിക്കൊരിക്കലും എന്റെ ശിക്ഷയാണെന്നല്ല എനിക്ക് അറിയപ്പെടേണ്ടത്, ഇവർക്കറിയാം ദയയുടെ ഗുരുവാണ് ഞാൻ എന്നാണ് അറിയപ്പെടേണ്ടത്. സോ അതിൻ്റെ ബ്യൂട്ടി എനിക്കറിയാം. അത് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വൈബ്രേഷൻ ഉണ്ട്. അതിന് എത്ര പടുകുഴി കിടന്നിരുന്നാലും നമുക്ക് തിരികെ ജീവിതത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട്, നമുക്ക് കയറി വരാൻ വേണ്ടിയിട്ടൊരു വലിയൊരു എന്തോ പറയുന്ന ഒരു വലിയൊരു സപ്പോർട്ടാണ്, ഒരു മോട്ടിവേഷനാണ്. അതിൻ്റെ മീതെ ഒന്നുമില്ല, ആ മോട്ടിവേഷന് മീതെ ഒന്നുമില്ല. അപ്പോൾ ഈ 2 പേർക്കിടയിൽ ഇയാളുടെ ഉയർച്ചയും ഇയാളുടെ ഉയർച്ചയും മത്സരിച്ച് ആഗ്രഹിക്കണം. കമ്പാനിയൻഷിപ്പ് എന്ന് പറയാം, മത്സരിച്ച് ആഗ്രഹിക്കണം. അതായത് രേവതി ഞാൻ വളർന്നു കാണാൻ ആഗ്രഹിക്കുമ്പോൾ ഞാൻ രേവതി വളർന്നു കാണാനായിട്ട് ആഗ്രഹിക്കുവാണ്. ഇതാണ് ഏറ്റവും ബ്യൂട്ടി ആയിട്ടുള്ള വേർഷൻ ഒരു റിലേഷൻഷിപ്പിനകത്ത്. അച്ഛനും മക്കളും ആയിക്കോട്ടെ, അച്ഛൻ പറയുകയാണ് എന്നെക്കാളും മകനെ നീ ഉയരണം, മകൻ പറയുകയാണ് അച്ഛൻ അല്ല, അച്ഛൻ്റെ മകനായിട്ട് എനിക്കറിയണം. ഓക്കെ, എത്രയോ ആൾക്കാരുണ്ട് വീട്ടിൽ ഒന്നുമില്ലാണ്ട് ഒതുങ്ങിയിരുന്ന എത്രയോ അമ്മമാരെ ഇന്ന് അല്ലേ സോഷ്യൽ മീഡിയയിൽ കുറേ ആൾക്കാർക്ക് എനിക്ക് മറ്റേ കിങ്ങിണി അതുപോലെ വേറെ ആരൊക്കെ ഉണ്ടല്ലോ സോഷ്യൽ മീഡിയയിലൊക്കെയുള്ള എവിടെയോ ഏതോ ഒരു അടുക്കളയിൽ കുറേ അവിയലും കുറേ തോരനും കുറേ പച്ചടിയും വെച്ച് തീരേണ്ടിയിരുന്ന അമ്മമാർ ഇന്ന് ശരിക്ക് വെള്ളിത്തിരയിൽ കയറി തുടങ്ങി. അതും ആ റിലേഷൻഷിപ്പിൻ്റെ ഏറ്റവും ഒരു ബ്യൂട്ടി വേർഷനാണ്. ഇപ്പോൾ വേറെ എന്താ പറയുക, ഫ്രണ്ട്സിൻ്റെ ഇടയിൽ തന്നെ എടാ നീ ഹാപ്പി ആയിട്ടിരിക്കുന്നതാണ് ഞാൻ ഹാപ്പിയാണ്. അതെ, അപ്പം അവിടെ നിന്ന് പറയും ഇല്ലടാ നീ ഹാപ്പി ആയിട്ടിരുന്നാണ് എനിക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. അമ്മേ പേടിക്കണ്ട, ബാക്ക് ഇടയ്ക്ക് ഗുളിക പുറകിലൊരു ഗുളികൻ ഇരിപ്പുണ്ട്, ക്യാമറയ്ക്ക് പിന്നിൽ ഒരു ഗുളികനും ഒരു ഗുളികയും. ഓക്കെ, അപ്പം ബ്യൂട്ടി ഓഫ് റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുവാണെങ്കിൽ കുറേ ഉണ്ട്. നമ്മൾ ബ്യൂട്ടി സൈഡും കാണിച്ചിട്ടുണ്ട്, എൻ്റെ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള സൈഡും കാണിച്ചിട്ടുണ്ട്. ഞാനത് ഉദ്ദേശിച്ചല്ല, ബ്യൂട്ടി സോറി. അതെ അതെ അതെ, എൻ്റെ ഗുരു എപ്പോഴും പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഈ അപ്പുറത്തുകൂടെ പോകുന്നതിനെ പിടിച്ചെടുത്ത് ഇങ്ങോട്ട് തോളത്ത് വെക്കരുത്. ഓക്കെ, പിന്നെ ഒരു പോയിന്റ് കൂടെ പറഞ്ഞ് നമുക്ക് ഇതിന് വൈൻഡ് അപ്പ് ചെയ്യാം. ഇതിൻ്റെ ഇടയിൽ എനിക്ക് 1-2 ചോദ്യം കൂടെ ഇവരുടെ അടുത്തൊക്കെ ചോദിക്കണം, ഞാൻ ചോദിക്കാം. ഒരു പോയിന്റ് കൂടെ എന്ന് പറഞ്ഞാൽ ദയവ് ചെയ്ത് റിലേഷൻഷിപ്പിനെ മണി മേക്കിംഗ് മെഷീനായിട്ട് കാണരുത്. അതെ, അത് കാണരുത്. അത് കണ്ടു കഴിഞ്ഞാൽ നാളെ ശരിക്ക് കാലം 8ൻ്റെ പണി തരും. 8ൻ്റെ അല്ല 80ൻ്റെയോ 888ൻ്റെയോ പണി, ത്രികോണത്തിൽ പണി തരും. ത്രികോണ മധ്യേ, അത് തന്നെ. ഓക്കെ ഓക്കെ, അപ്പോൾ ശരിക്കും റിലേഷൻഷിപ്പിനെ പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു സാധനമാക്കി കാണരുത്. അതെ, ഓക്കെ, നമ്മളെപ്പോഴാണ് നമ്മൾ ഫിസിക്കലി പെർഫെക്റ്റ് ആയിരിക്കുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണ് നമ്മൾ ഫിസിക്കലി ഡാമേജ്ഡ് ആവുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരാൾക്ക് ഉള്ള അവസ്ഥയിൽ നമ്മൾ എന്ത് റെസ്പെക്റ്റ് ഒരു വ്യക്തിക്ക് കൊടുക്കുമോ അയാൾക്ക് ആ അവസ്ഥ ഇല്ലാതിരിക്കുമ്പോഴും അയാൾക്ക് ആ റെസ്പെക്റ്റ് കൊടുക്കുക. പെയിനിലും ഹാപ്പിനെസ്സിലും ഒരുപോലെ സപ്പോർട്ട് ചെയ്യുക. അതെ അല്ലേ, അതെ, ഹോൾഡ് ചെയ്യുക, ഒരുപോലെ ഹോൾഡ് ചെയ്യുക. അല്ലെങ്കിൽ നീ ഒരു സമയത്ത് കുറേ സമ്പാദിച്ചതാ ഇപ്പൊ സമ്പാദിക്കുന്നില്ല. ചില ഗൾഫുകാരൊക്കെ ഉണ്ട്, സമ്പാദിച്ച് അവിടെ ഇരുന്നിട്ട് അയക്കുമ്പോൾ ഭയങ്കര വാല്യൂ ആയിരിക്കും. നാട്ടിൽ വന്നിട്ട് അവർക്കൊന്നും ചെയ്യാനില്ലാതിരിക്കുമ്പോൾ കാശ് ഒന്നും ഉണ്ടാക്കുന്നില്ല എന്നറിയുമ്പോഴത്തേന് കൊടുക്കുന്ന ഒരു വിലയുണ്ട്. അത് ഭയങ്കരമായിട്ട് അപ്പുറത്തെ സൈഡിൽ ആ ഹാർട്ട് പെയിൻ എടുക്കുന്നുണ്ടാവും. അതെ, ഓക്കെ, നമുക്കൊരിക്കലും മറ്റൊരു വ്യക്തിയുടെ ഹാർട്ട് പെയിൻ എടുപ്പിക്കാനായിട്ട് ഒരു വാക്കുകൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ മറ്റൊരു വ്യക്തിയുടെ ഹാർട്ട് പെയിൻ എടുപ്പിക്കാനായിട്ടുള്ള റൈറ്റ്സ് നമുക്ക് യൂണിവേഴ്സ് തന്നിട്ടില്ല. നമുക്കങ്ങനെ ഒരു റൈറ്റ്സ് ഇല്ല. ഓക്കെ, ഇനി മറ്റൊരാളുടെ പെയിൻ നമുക്ക് സ്വയം എടുക്കാം ഡെഫിനറ്റ്ലി, പക്ഷെ അതിൻ്റെ ബെനിഫിറ്റും നമുക്ക് എന്ത് തരും? യൂണിവേഴ്സ് നമുക്ക് എപ്പോഴെങ്കിലും ഒരിക്കൽ നമുക്ക് കൊണ്ടെത്തിച്ച് തരും. സോ വാക്കുകൾ കൊണ്ടോ
പ്രവർത്തികളും ഉണ്ടോ റിലേഷൻഷിപ്പിനകത്ത് ഒരു വിള്ളൽ ഉണ്ടാക്കാതിരിക്കുക. ഹാപ്പി അല്ലേ, ഹാപ്പി ആക്കുക, ഹാപ്പി ആയിരിക്കുക. ചെയ്യാൻ പറ്റുന്ന ചെയ്യാം. ചിലപ്പോൾ ചെയ്തു വരുന്നിടത്ത് നെഗറ്റീവാ വിട്ടേക്കുക. കറക്റ്റ്. അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് കൊടുക്കുക. ശരീരത്തിന് കൊടുക്കേണ്ട റെസ്പെക്റ്റ് കൊടുക്കുക. അതുപോലെ മൈൻഡിനും കൊടുക്കുക. ഒരു വ്യക്തിയുടെ മാനസിക നില അത് കറക്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുക. അടിക്കടി ഒരാൾ ദേഷ്യപ്പെടുന്നു എന്നുണ്ടെങ്കിൽ അത് നിങ്ങളോടുള്ള ഇഷ്ടക്കുറവായിരിക്കണമെന്നില്ല. അയാൾക്കകത്ത് കിടക്കുന്ന എന്തോ ഓക്കെ അല്ലായിരിക്കാം. അതെ, മെന്റലി ഓക്കെ അല്ലാതാവുമ്പോഴാണ് അടിക്കടി പെട്ടെന്ന് അങ്ങ് റിയാക്ട് ആകുന്നത്. അല്ലെങ്കിൽ കേൾക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഒന്നും കൊടുക്കാനില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ലാന്നേ, സ്പേസ്, നിങ്ങളുടെ ടൈം കൊടുക്കുക, നിങ്ങളുടെ പ്രസൻസ് കൊടുക്കുക. പോയിട്ട് നല്ലൊരു ഹഗ് കൊടുക്കുക. ഒരു ഹഗ്, ആ ഒരു ഹഗ്ഗിൻ്റെ ചൂട് കിട്ടിക്കഴിഞ്ഞാൽ മാറാത്ത പ്രശ്നമൊന്നുമില്ല. ഓൾമോസ്റ്റ് ഇഷ്യൂസ് മാറും. മൈൻഡിൻ്റെ ഓൾമോസ്റ്റ് ഇപ്പം ഡിപ്രഷൻ, കുറേ പേരുകൾ പറഞ്ഞ് സ്ട്രെസ്, ഡിപ്രഷൻ, ട്രോമ. ഈ സ്ട്രെസ്സും ഈ ഇടയ്ക്ക് ഇപ്പം വരുന്ന ഒരു വലിയൊരു പരാതിയുണ്ട്. ആരോ ഒരാൾ സ്ട്രെസ്സും ഡിപ്രഷനും എല്ലാറ്റിനെയും ഭയങ്കര നെഗറ്റീവായിട്ട് കളിയാക്കി പറഞ്ഞു. അത് കളിയാക്കാൻ വേണ്ടിയിട്ടുള്ളതൊന്നല്ല, നമുക്ക് വേറൊരു ടോപ്പിക് ആയിട്ട് എടുക്കാം. പക്ഷെ ഞാൻ പറയുന്നത് സ്ട്രെസ് ആയിക്കോട്ടെ, ഡിപ്രഷൻ ആയിക്കോട്ടെ, ട്രോമ ആയിക്കോട്ടെ, കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഈ എല്ലാ സാധനവും ഒരു മനുഷ്യനെ കില്ല് ചെയ്യുന്നതിന് അത് അനുഭവിക്കുന്നവർക്കേ അറിയത്തുള്ളൂ. പക്ഷേ എൻ്റെ ഫസ്റ്റ് റെമഡി എന്ന് പറയുന്നത്, ഞാൻ ഏതൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഗിവ് എ ഹഗ്. ആ ഹഗ്ഗിനകത്തുള്ള ആ ടെമ്പറേച്ചറിനകത്ത് ഇതങ്ങ് മെൽട്ടായി പോവും. നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും സ്ട്രെസ്സിലോ അല്ലെങ്കിൽ ആരെങ്കിലും ഡിപ്രഷനിലോ കിടന്ന് ബുദ്ധിമുട്ടുകയാണെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക. അയാളുടെ അടുക്കൽ പോയി നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ഹഗ് കൊടുത്തിട്ടുണ്ടോ? ഒരു ഹഗ്ഗിൻ്റെ ടെമ്പറേച്ചറിന് ഹൈ ഫ്രീക്വൻസിയാണ്, അതിനൊരു സ്പിരിച്വൽ ഫ്രീക്വൻസി ഉണ്ട്. അത് നിങ്ങൾ മനസ്സറിഞ്ഞു കൊടുക്കണം. അല്ലാതെ മൈൻഡിൽ ഒന്ന് വെച്ചിട്ട് ടൈം കൊടുക്കുക. അതെ, കേൾക്കാൻ എങ്കിലും ടൈം കൊടുക്കുക, കേൾക്കുക. റിലേഷൻഷിപ്പ് അതെ, ഒന്നും ഇനി പറയാനും പറ്റുന്നില്ല, നിങ്ങൾക്ക് നിങ്ങളെ ബോധിപ്പിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പേപ്പറിൽ നിങ്ങൾക്ക് പറയാനായിട്ടുള്ളത് എഴുതി വെച്ചിട്ട് പോകും. എഴുതി വെച്ചിട്ട് പോകാം. സോ ഇതൊക്കെ കുട്ടി കുട്ടി ബ്യൂട്ടി പോയിന്റ്സ് ആണ് റിലേഷൻഷിപ്പിനകത്ത് വരുന്നത്. എത്ര വലിയ വഴക്കുണ്ടെന്നുണ്ടെങ്കിലും ചെല്ലുക, ഒരു ഹഗ് കൊടുക്ക്, തീരും. ഇനി ഒരു കപ്പ് കോഫി എടുക്ക്, കുടിക്കുക, പകുതിയോടെ കൊടുക്ക്. പിടിയോശേ കുടിച്ചോ, ഇല്ല. ഇതും മറ്റൊരു ബ്യൂട്ടി വേർഷനാണ്. ഒരു പ്ലേറ്റിൽ ഫുഡ് എടുക്കുക, ഒരുമിച്ച് കഴിക്കുക. റിലേഷൻഷിപ്പിൻ്റെ ഏറ്റവും ഭയങ്കര ബ്യൂട്ടി വേർഷന്, സോറി അമ്മേ, ഭയങ്കര ബ്യൂട്ടി വേർഷനാണ്. എന്ന് തരാം. പരസ്പരം കൊടുക്കുന്ന വാക്കുകൾ കൊണ്ട് കൊടുക്കുന്ന ബഹുമാനം, പ്രവർത്തികൾ കൊണ്ട് കൊടുക്കുന്ന ബഹുമാനം, ഒരുമിച്ചിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ്, ഇതെല്ലാം ബ്യൂട്ടി ആയിട്ടുള്ള കാര്യങ്ങളാണ്. പറയാനാണെങ്കിൽ ഇഷ്ടം പോലെയുണ്ട് റിലേഷൻഷിപ്പിനെ കുറിച്ച്. അപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ ബ്യൂട്ടീനെ കുറിച്ചിട്ടും അതിൻ്റെ ആ ഒരു ഡെപ്തിനെ കുറിച്ചിട്ടും നമ്മൾ മറ്റൊരു പോഡ്കാസ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊണ്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. ബിക്കോസ് ഇവർക്ക് രണ്ടുപേർക്കും സഞ്ചരിക്കാനായിട്ടുള്ള സമയമായി. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ ഞങ്ങളുടെ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. മെൻ്റലി എന്തെങ്കിലും ഇറിറ്റേഷനിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് കം വിത്ത് us. അതുപോലെ റോളിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ സോളിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതുപോലെ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഈ നല്ല നല്ല കാര്യങ്ങൾ ഒരുപാട് ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ആത്മനമോ നമഃ.